ഹലോ നമസ്കാരം, എല്ലാവർക്കും പച്ചവെള്ളം PSC സ്വാഗതം. നമ്മൾ കാത്തിരുന്ന ഫയർമാന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാകും. ഫയർമാൻ മാത്രമല്ല, മലപ്പുറം ജില്ലയിലേക്കുള്ള ഫയർ വുമന്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫയർമാന്റെ ഡ്രൈവർ പോസ്റ്റും ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, കാറ്റഗറി നമ്പർ 471/2024 എന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോ ആ ഒരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫയർമാൻ എന്നല്ല പറയുന്നത് നിങ്ങൾക്കറിയാം, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി എന്ന ഒരു പേരിലാണ് ഈ പോസ്റ്റ് അറിയപ്പെടുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാം, 27,900 to 63,700. ഇതാണ് ഈ പോസ്റ്റിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. വേക്കൻസികൾ നിലവിൽ കൊടുത്തിട്ടില്ല, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെ മാത്രമാണ്. അപ്പോ പല ആൾക്കാരൊക്കെ ഏജ് ഓവർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. റിസർവേഷന്റെ അടിസ്ഥാനത്തിലുള്ള ഏജ് റിലാക്സേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിന്റെ ഒരു ജനറൽ കാറ്റഗറിക്കാരുടെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 26 വയസ്സ് വരെയാണ്. 18 മുതൽ 26 എന്ന് പറയുമ്പോൾ 2/1/1998 ആ ദിവസത്തിന്റെ അല്ലെങ്കിൽ 1/1/2006 ഈ രണ്ട് ഡേറ്റുകളുടെ ഇടയിൽ, രണ്ട് ഡേറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുക കേട്ടോ. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഈ രണ്ട് ഡേറ്റുകളുടെയും ഇടയിൽ ജനിച്ച വ്യക്തികൾക്കാണ് ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ആ ഡേറ്റിലെ കൺഫ്യൂഷൻ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ആ രണ്ട് ഡേറ്റുകളും ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ രണ്ട് ഡേറ്റിൽ ജനിച്ച ആളുകൾക്കും എന്ത് ചെയ്യാം, ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാം. അതിന്റെ ഇടയിലുള്ള ആൾക്കാർക്കും ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാം, ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റാണ് അല്ലെ. +2 ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റാണ് നമ്മുടെ ഈ ഫയർമാൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ വേറൊരു കാര്യം കൂടെ അഡീഷണലി പറഞ്ഞിട്ടുണ്ട്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അതായത് അത് പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഡിപ്ലോമയുടെ ആവശ്യമൊന്നുമില്ല. മറ്റ് വ്യക്തികളുമായി നിങ്ങൾക്ക് ഏകദേശം ഒരു സെയിം മാർക്ക് വരുന്ന സമയത്ത് ഈ ഡിപ്ലോമ ഉള്ള ആൾക്കാർക്ക് റാങ്ക് ലിസ്റ്റിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ പേരായിരിക്കും മുൻപന്തിയിൽ വരിക. ആ ഒരു അർത്ഥമാണ് ഈ പ്രിഫറൻഷ്യൽ എന്ന ഒരു വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഡിപ്ലോമ ഉള്ള ആൾക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. +2 ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റ് തന്നെയാണ്, പക്ഷേ പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷനും കൂടെ വെച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഡിപ്ലോമയും കൂടെ ഉണ്ടെങ്കിൽ മാർക്ക് സെയിം ആയിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കായിരിക്കും അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പൊ ആ ഒരു ഏരിയയിലുള്ള സംശയം നിങ്ങൾക്ക് ഇപ്പോ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ പ്രായം എത്രയാണ് എന്ന് ഞാൻ പറഞ്ഞു, ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് എന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തു. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫയർമാന്റെ പരീക്ഷ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും അല്ലെ. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ട് ഉള്ളതാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഹൈറ്റ് എന്ന് പറയുന്നത് മിനിമം 165 സെന്റിമീറ്റർ വേണം. വെയിറ്റ് മിനിമം 50 kgs. ചെസ്റ്റ് 81 സെന്റിമീറ്റേഴ്സ് മിനിമം വേണം. ചെസ്റ്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റേഴ്സ് ആണ് മിനിമം വേണ്ടത്. SC/ST കാൻഡിഡേറ്റ്സിന് റിലാക്സേഷൻ ഉണ്ട്, അത് ഇവിടെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, പലരും വിട്ടുപോകുന്നൊരു കാര്യം, ഫയർമാന്റെ പോസ്റ്റ് ആയതുകൊണ്ട് എന്തും കൂടെ വേണം, സ്വിമ്മിങ്ങിനുള്ള കഴിവും കൂടെ വേണം കേട്ടോ. ഇത് പലരും സ്കിപ്പ് ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളുക, സ്വിമ്മിങ് അറിഞ്ഞിരിക്കണം. നീന്തൽ അറിയാത്ത ആളുകൾക്ക് പരീക്ഷ പാസ്സായാലും ഈ പറയുന്ന ടെസ്റ്റ് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അവിടെ ഔട്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഈ സ്വിമ്മിങ് എന്ന് പറയുന്നത് ചുമ്മാ അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വിമ്മിങ്ങുമായി ബന്ധപ്പെട്ട 2 ടെസ്റ്റുകൾ അവിടെ നടത്തുന്നതാണ്. ഒന്ന്, ഒരു 2 മിനിറ്റത്തേക്ക് 50 മീറ്റർ സ്വിമ്മിങ് ട്രയൽ കണ്ടക്ട് ചെയ്യുന്നതാണ്. അതായത് ഒരു 50 മീറ്റേഴ്സിന്റെ ഒരു സ്വിമ്മിംഗ് ട്രയല് 2 മിനിറ്റ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സാധിച്ചില്ല എങ്കിൽ നമ്മൾ ഔട്ടാവും. അതുപോലെ തന്നെ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ
ഒരു ഡീപ്പർ സൈഡിൽ, അതായത് നല്ല ആഴമുള്ള ഒരു സൈഡിൽ നമ്മൾ 2 മിനിറ്റ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയും വേണം. ഫ്ലോട്ട് ചെയ്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇങ്ങനെ പൊങ്ങി കിടക്കുക അതിന്റെ സർഫസിൽ. അപ്പോൾ ഈ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഈ സ്വിമ്മിംഗ് ടെസ്റ്റ് കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 2 മിനിറ്റിൽ 50 മീറ്റർ സ്വിമ്മിംഗ് നമ്മൾ കാഴ്ചവെക്കണം. അതോടൊപ്പം തന്നെ 2 മിനിറ്റ് നേരത്തേക്ക് സ്വിമ്മിംഗ് പൂളിലെ ആഴമേറിയ ഒരു ഭാഗത്ത് നമ്മൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയും വേണം. ഇനി അടുത്ത് നോക്കൂ, വിഷ്വൽ സ്റ്റാൻഡേർഡ്സ്. സ്വാഭാവികമായിട്ടും സാധാരണയുള്ള യൂണിഫോം പോസ്റ്റുകളെ പോലെയൊക്കെ തന്നെ ഡിസ്റ്റൻസ് വിഷൻ കറക്റ്റ് ആയിരിക്കണം, നിയർ വിഷൻ, ഫീൽഡ് വിഷൻ, അതോടൊപ്പം തന്നെ കളർ ബ്ലൈൻഡ്നെസ്സോ സ്പിൻഡോ മറ്റ് രോഗബാധിത അവസ്ഥകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ കോമൺ ആയിട്ട് തന്നെ നമ്മൾ സാധാരണ കാണുന്ന ഒന്ന് തന്നെയാണ്. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ടി വരും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ പാറ്റേൺ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഒരു മെഡിക്കൽ ഉദ്യോഗസ്ഥനെ കൊണ്ട് സർട്ടിഫൈ ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ നോർമൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, സ്വിമ്മിങ്ങിന് പുറമെ എന്തും കൂടെ ഉണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. അതിൽ 8 ഐറ്റത്തിൽ 5 ഐറ്റം പാസ്സായിരിക്കണം. അപ്പൊ സ്വിമ്മിങ് മാത്രമല്ല, ഫിസിക്കൽ ടെസ്റ്റ് നോർമൽ യൂണിഫോം പോസ്റ്റുകൾക്കുള്ളത് പോലെയുള്ള ഫിസിക്കൽ ടെസ്റ്റ് ഇവിടെയും ഉണ്ട്. അതിൽ 8 ഐറ്റത്തിൽ 5 ഐറ്റം പാസ്സായിരിക്കണം. ഏതൊക്കെയാണ് ഐറ്റംസ്? 100 മീറ്റർ റൺ, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് ബോൾ എറിയുന്ന ഐറ്റം, റോപ്പ് ക്ലൈംബിംഗ്, പുള്ളപ്സ്, 1500 മീറ്റർ ഓട്ടം. അതിനെല്ലാം ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എത്ര സമയത്തിൽ അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസിൽ ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. നോർമൽ ഫിസിക്കൽ ടെസ്റ്റിന് പുറമെ എന്തും കൂടെ ഉണ്ട്, സ്വിമ്മിംഗ് പരിശോധന എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ അവിടെ വരുന്നുണ്ട് എന്നും കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്കിവിടെ പറയാനുള്ളത്. പിന്നെ നോട്ടിഫിക്കേഷനിലെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ബോണ്ടിന്റെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ജോലിയിലൊക്കെ പ്രവേശിച്ചിട്ട് പെട്ടെന്നൊന്നും നിർത്തി പോരാൻ പറ്റില്ല, അവിടെ ബോണ്ട് ഉണ്ടാകും എന്നുള്ളതും കൂടെ നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോ ഇവിടെ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് ജനുവരി 15-ാം തീയതിയാണ്. മറന്നു പോകരുത് കേട്ടോ. ജനുവരി 15-ാം തീയതിയാണ് ഫയർമാന്റെ പോസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ ദിവസം. അവസാനത്തെ ദിവസത്തേക്ക് വേണ്ടി ഒന്നും നിങ്ങൾ മാറ്റിവെക്കരുത്. ഉടനെ തന്നെ എത്രയും വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ പോസ്റ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതിപ്പോ നമ്മൾ ഫയർമാൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ കണ്ടത്. അതോടൊപ്പം തന്നെ ഫയർ വുമൺ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, അല്ലെങ്കിൽ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി എന്ന് പറയുന്നൊരു പോസ്റ്റും കൂടെ വിളിച്ചിട്ടുണ്ട്. കാറ്റഗറി 477/2024. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഡിസ്ട്രിക്ട് വൈസ് ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അതായത് മലപ്പുറത്ത് ഒരു ഒഴിവുണ്ട്, അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ വേക്കൻസി അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സെയിം തന്നെ നമ്മുടെ സാലറിയൊക്കെ സെയിം തന്നെയാണ്, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതും ഒക്കെ എന്ത് തന്നെ സെയിം തന്നെയാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നിങ്ങൾ വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിൽ സെയിം പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇതിൽ തന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല, അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അതായത് വേറെ ഏതെങ്കിലും ജില്ലയിൽ നിങ്ങൾ ഫയർ വുമൺ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം ഓൾറെഡി നിങ്ങൾക്ക് ആ ജോലി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിൽ ഇനി വീണ്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പോൾ ഇത് നമ്മുടെ വിമൻ കാൻഡിഡേറ്റ്സിന് ഒരു നല്ലൊരു അവസരമായിട്ട് നിങ്ങൾ എടുക്കുക. സെയിം ഏജ് ലിമിറ്റ് തന്നെയാണ്, 18 മുതൽ 26 വരെ അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ക്വാളിഫിക്കേഷൻ സെയിം ആണ്, +2. പ്രിഫറൻഷ്യൽ ആയിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നല്ലത്. പിന്നെ നമുക്കറിയാം ഫയർ വുമൺ ആയതുകൊണ്ട് തന്നെ ഹൈറ്റിലൊക്കെ ചെറിയ പുരുഷന്മാരെ പോലെയല്ല, 152 സെന്റിമീറ്റർ ആണ് മിനിമം വേണ്ടത് എന്നുള്ളത് ആലോചിക്കുക. സ്വിമ്മിംഗ് പ്രൊഫഷൻസി ഇവിടെ ഉണ്ട്. 50 മീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 2 മിനിറ്റ് 15 സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ഫ്ലോട്ടിംഗ് എബിലിറ്റിയും അവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. 2 മിനിറ്റ് നേരത്തേക്ക് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുക. പിന്നെ സ്വാഭാവികമായിട്ടുള്ള ഫിസിക്കൽ കണ്ടീഷൻസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുകൾ 8 ഐറ്റത്തിൽ 5 ഐറ്റം, 100 മീറ്റർ,
ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, 200 മീറ്റർ റേസ്, ബോൾ ത്രോ, ഷട്ടിൽ റേസ്, സ്കിപ്പിംഗ്. നമുക്കറിയാം സ്ത്രീകളുടേതായിട്ടുള്ള ടെസ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലെ. അപ്പൊ പുരുഷന്മാരുടെ ഇവന്റുകളും സ്ത്രീകളുടെ ഇവന്റുകളും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്നും നിങ്ങൾ മനസ്സിലാക്കുക. 8 ഐറ്റത്തിൽ 5 എണ്ണം പാസ്സായിരിക്കണം. സ്വിമ്മിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നതും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പാസ്സായിരിക്കണം. ഓക്കെ അല്ലേ? ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നമ്മുടെ ജനുവരി 15 തീയതിയാണ്. ഓക്കെ, മറന്നു പോകരുത്. ക്ലിയർ അല്ലേ? അതോടൊപ്പം തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടെ വന്നിട്ടുണ്ട്. ഇത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള ഡ്രൈവർ പോസ്റ്റ് ആണ് കേട്ടോ. ഡ്രൈവർ പോസ്റ്റ് കാറ്റഗറി നമ്പർ 472/2024 ഡ്രൈവർ പോസ്റ്റ് ആണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. അതും വേക്കൻസി ആന്റിസിപ്പേറ്റഡ് ആണ്. സെയിം സാലറി സ്കെയില്, ഏജ് സെയിം റേഞ്ചിലാണ് വരുന്നത്. 18 മുതൽ 26 വയസ്സ് വരെ. ക്വാളിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. +2 ക്വാളിഫിക്കേഷൻ, പ്രിഫറൻഷ്യൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അതോടൊപ്പം ഡ്രൈവർ പോസ്റ്റ് ആയതുകൊണ്ട് ആ ഡ്രൈവിംഗ് ബാഡ്ജ്, ഹെവി ഗുഡ്സ് വെഹിക്കിളോ ഹെവി പാസഞ്ചർ വെഹിക്കിളോ ഒക്കെ ഓടിക്കാൻ ലൈസൻസ് ഉള്ള ആ ബാഡ്ജും കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാരണം ഡ്രൈവർ പോസ്റ്റ് ആയതുകൊണ്ടുള്ള ഒരു അഡീഷണൽ റിക്വയർമെന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം? ഈ പോസ്റ്റിലും കൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കെയർഫുൾ ആയിട്ട് മനസ്സിൽ വച്ചിരിക്കുക. ഇതിന്റെയും ലാസ്റ്റ് ഡേറ്റ് എത്ര തന്നെ? ജനുവരി 15 തീയതി തന്നെയാണ് എന്നുള്ളത് ആലോചിക്കുക. ക്ലിയർ അല്ലേ? വ്യക്തമാണ് എന്നാണ് എന്റെ വിശ്വാസം. അപ്പോ കുട്ടികളെ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ യൂണിഫോം പോസ്റ്റുകളിൽ ഏറ്റവും നല്ല പോസ്റ്റ് എന്ന് നമുക്ക് വിളിക്കാവുന്ന അല്ലെങ്കിൽ ഏറ്റവും വർക്ക് ലോഡ് കുറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. പണിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പണി വരുമ്പോൾ നല്ലൊരു പണിയായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ. എന്തെങ്കിലും ഒരു തീപിടുത്തമോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നല്ല പണി ഉണ്ടാകും. അതല്ലാത്ത പക്ഷം നമുക്ക് കാര്യമായ പണികളൊന്നും ഇല്ല. അപ്പോ ഒരു പോലീസ് എന്ന് പറയുന്ന ഒരു സേനയെ പോലെ അല്ല നമ്മുടെ ഈ പറഞ്ഞ ഫയർഫോഴ്സ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. താരതമ്യേന വർക്ക് ലോഡ് കുറഞ്ഞ ഒരു സർവീസാണ്. പലരും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു സർവീസ് ആണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ലാസ്റ്റ് നടന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു? കഴിഞ്ഞ തവണ നടന്ന ഫയർമാന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. കഴിഞ്ഞ തവണ നടന്ന പരീക്ഷ കാറ്റഗറി 188/2023 ആയിരുന്നു. അതിന്റെ ഷോർട്ട് ലിസ്റ്റ് പരിശോധിച്ചാൽ കട്ട് ഓഫ് എത്രയാണ് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. എത്രയായിരുന്നു? 57.33 ആയിരുന്നു കേട്ടോ. കട്ട് ഓഫ് എന്ന് പറയുന്നത് 57.33 ആയിരുന്നു. അത് വലിയ കട്ട് ഓഫ് ആണ് എന്ന് പലർക്കും ഒരു ധാരണ ഉണ്ടാകും. അങ്ങനെ കട്ട് ഓഫ് വരാൻ കാരണം മറ്റൊന്നുമല്ല, എക്സാം കുറച്ചും കൂടെയൊക്കെ ഒരു എളുപ്പമായിട്ടൊക്കെയാണ് ഇടുന്നത്. അതുകൊണ്ടാണ് അത്രയും കട്ട് ഓഫ് കൂടി വരുന്നത്. ഭയങ്കര ടഫായിട്ടുള്ള എക്സാം ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കട്ട് ഓഫ് കുറഞ്ഞേനെ. പക്ഷെ ഇത് അങ്ങനെയല്ല. പഠിച്ചാൽ എഴുതിയെടുക്കാൻ സാധിക്കുന്ന ചോദ്യങ്ങളാണ് വരിക. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു? ടോട്ടൽ 1510 ആൾക്കാരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. സപ്ലിമെന്ററി എല്ലാം കൂടെ ചേർത്ത് 2178 ആൾക്കാരെയാണ് ഈ കഴിഞ്ഞ ഫയർമാന്റെ റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ക്ലിയർ അല്ലേ? അപ്പോ ഇത് വളരെ കുറച്ചുപേരെ എടുക്കുന്ന ഒരു പരീക്ഷയല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക. ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് കയറാൻ സാധിക്കും. യൂണിഫോം പോസ്റ്റ് ആണ്, പക്ഷെ സാധാരണയുള്ള യൂണിഫോം പോസ്റ്റുകളെ പോലെയുള്ള വർക്ക് പ്രഷർ ഇവിടെ തീരെയില്ല. അത്യാവശ്യമൊക്കെ നമുക്ക് റിലാക്സ് ചെയ്യാം. എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ മാത്രമാണ് അതുവരെ റിലാക്സ് ചെയ്ത എല്ലാം കൂടെ നമ്മൾ എനർജി എടുത്തിട്ട് ചെലവാക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ ആ കഴിഞ്ഞ കട്ട് ഓഫിനെ കുറിച്ചും ഒരു ധാരണ കിട്ടി. ഇനി നമ്മുടെ സിലബസും കൂടെ ഒന്ന് പരിശോധിച്ചാലോ? കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിരിക്കണം അല്ലെ. കഴിഞ്ഞ പരീക്ഷയുടെ സിലബസ് ദേ ഇവിടെ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ആ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള ഈ ഒരു സിലബസ് നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാമെന്ന് കരുതുന്നു. നോക്കൂ, പൊതുവിജ്ഞാനം, അതിന്റെ അകത്ത് ചരിത്രം 5 മാർക്കിനാണ് ചോദിക്കുന്നത്.
ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഭരണഘടന 8 മാർക്കിനാണ് ചോദിക്കുന്നത്. കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും 3 മാർക്ക്, ജീവശാസ്ത്രം പൊതുജന ആരോഗ്യം 4 മാർക്ക്, ഭൗതിക ശാസ്ത്രം 3, രസതന്ത്രം 3, കല, കായികം, സാഹിത്യം, സംസ്കാരം 4, ആനുകാലിക വിഷയങ്ങൾ 10 മാർക്ക്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എത്ര മാർക്കാണ്? 10 മാർക്കാണ്. നിങ്ങൾ ആലോചിക്കുക, കറണ്ട് അഫയേഴ്സ് പഠിക്കാതെ പോകരുത്. ലഘുഗണിതം, മാനസിക ശേഷി, നിരീക്ഷണ പാഠവ പരിശോധന 10 മാർക്ക് അല്ലെ. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 10 മാർക്കുണ്ട്. ഇംഗ്ലീഷ് 10 മാർക്ക്, പ്രാദേശിക ഭാഷ മലയാളം 10 മാർക്ക്. ഓക്കെ, പിന്നെ ദേ വരുന്നു സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്ക്. നോക്കൂ, അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്കിൽ മാക്സിമം സ്കോർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കേണ്ടുന്ന സെക്ഷൻസ് ദേ ഈ കിടക്കുന്ന സെക്ഷൻസ് ആണ് കേട്ടോ. സ്പെഷ്യൽ ടോപ്പിക്ക് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ്, ഇന്ത്യൻ ഭരണഘടന. നോക്കൂ, ഈ ഏരിയകൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കൂടുതൽ വെയിറ്റേജിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അല്ലെ. ഇപ്പൊ കേരള ഭരണവും ഭരണ സംവിധാനവും 3 മാർക്കിനാണ് ചോദിക്കുന്നത് അല്ലെ. ഭൗതിക ശാസ്ത്രം 3, രസതന്ത്രം 3. ഇപ്പൊ ഇതൊന്നും പഠിക്കണ്ട എന്നല്ല, പക്ഷെ എത്ര പഠിച്ചാലും നമുക്ക് ഇതിൽ കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 3 ഒക്കെ വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്റ്റുകൾ നമ്മൾ നല്ല തറവായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് വരും? മാർക്ക് കൂടുതൽ വരും. അപ്പൊ പലരും സ്പെഷ്യൽ ടോപ്പിക്കുകൾ നോക്കാതെ ആ വെയിറ്റേജ് കുറഞ്ഞ ഏരിയകൾ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ കുഴപ്പം എന്താണ്? എത്ര നമ്മൾ പഠിച്ചാലും അതിന്റെ അകത്ത് 3 4 മാർക്കേ കിട്ടൂ. സ്പെഷ്യൽ ടോപ്പിക്കിൽ മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള സ്ട്രാറ്റജി. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്ന സെക്ഷൻസ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിച്ചേ. ദേ ഇവിടെ നിങ്ങൾക്ക് കാണാം. സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് വരുന്നത് ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ആണ് കേട്ടോ. ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് രസകരമായിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു മേഖലയാണ് ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ്. അതിൽ ഫയർ എന്ന് പറയുന്ന സെക്ഷൻ 9 മാർക്കിനാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നതും 9 മാർക്കിനാണ് ചോദിക്കുന്നത്. കുട്ടികളെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ പരീക്ഷ മലയാളത്തിലാണ്. ഇവിടെ സ്പെഷ്യൽ ടോപ്പിക് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ എന്ന് പലർക്കും ചിലപ്പോൾ സംശയങ്ങൾ തോന്നാം. സ്പെഷ്യൽ ടോപ്പിക്കും മലയാളത്തിൽ തന്നെയാണ് കേട്ടോ. അവിടെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയം മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളും മലയാളത്തിലാണ് ചോദ്യം ഇടുന്നത്. ഇവിടെ സിലബസിൽ അത് ഇംഗ്ലീഷിൽ കൊടുത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, പരീക്ഷയിൽ മലയാളത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇംഗ്ലീഷിലല്ല മലയാളത്തിൽ ഈ പറയുന്ന ഫയറും ഫസ്റ്റ് എയ്ഡും പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ചിലർക്കെങ്കിലും ഒരു വെല്ലുവിളിയാകും. അത് നമ്മൾ പഠിച്ചെടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ 9 ഇപ്പൊ 18 മാർക്കല്ലേ ആയുള്ളൂ. ഇപ്പൊ ടോട്ടല് 18 മാർക്സ് അല്ലേ ആയുള്ളൂ. ബാക്കി 2 മാർക്ക് അവിടെ പോയി. ബാക്കി 2 മാർക്ക് എന്ന് പറയുന്നത് IT ആക്ടിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഈസി ആയിട്ട് 2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. കാരണം ആ തന്നിരിക്കുന്ന കാര്യം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? IT ആക്ടിൽ നിന്നും ആ 2 മാർക്ക് കിട്ടും. നോക്കൂ, സ്പെഷ്യൽ ടോപ്പിക്കിൽ മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് നിങ്ങൾ പഠിക്കണം, എന്ത് പഠിക്കണ്ട എന്ന്. അപ്പൊ ആ 20 മാർക്കിൽ നിങ്ങൾക്ക് നല്ലൊരു 18 19 മാർക്ക് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. എന്തായാലും ഒരു 2-3 ചോദ്യങ്ങളൊക്കെ അവർ ടഫായിട്ട് ഇടും അതിന്റെ അകത്ത്. അത് നമുക്ക് എല്ലാ തവണയും നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഒരു 18-19 മാർക്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തു പോകുന്ന ആൾക്കാർക്ക് അടിച്ചെടുക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ? അപ്പോ ഫയർമാന്റെ ഈ പോസ്റ്റിൽ സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്സ് ആണ് എന്നുള്ള വസ്തുത നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എത്രയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. സിലബസ് എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു കേട്ടോ. ഇതിന്റെയൊക്കെ വിശദമായ ചർച്ചകളൊക്കെ നമുക്ക് വരുന്ന സെഷനിൽ നമുക്ക് കാണാം. ഇതിപ്പോ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഓവറോൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ധരിപ്പിച്ചു എന്നത് മാത്രമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ കുട്ടികളെ, നമ്മുടെ പച്ചവെള്ളം PSCയുടെ നേതൃത്വത്തിൽ യൂണിഫോം പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബാച്ച് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അവിടെ CPO, വിമൻ CPO, ഫയർമാൻ, ഫയർ വുമൺ, എക്സൈസ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഒക്കെ ക്ലാസ്സുകൾ അവിടെ അവൈലബിൾ ആണ്. യൂണിഫോം പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബാച്ചാണ് കേട്ടോ. നമ്മുടെ ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത് 1999 രൂപയാണ്. ഡിസംബർ 2025 വരെ ഈ കോഴ്സ് നിങ്ങൾക്ക് വാലിഡ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ബാച്ചിനെ പറ്റി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക.
അപ്പോൾ നമ്മുടെ പച്ചവെള്ളം PSC യുടെ ഒരു ഭാഗമാകുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ യൂണിഫോം പോസ്റ്റ് എന്ന് പറയുന്നത് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. കുട്ടികളെ, വിൽ പവറും കഠിനാധ്വാനവും നിങ്ങൾക്കുണ്ട് എങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. നെഗറ്റീവ് പറയാൻ ആൾക്കാർ ഒരുപാട് പേരുണ്ടാകും. നിയമനം നടക്കുന്നില്ല, അല്ലെങ്കിൽ കുറയ്ക്കുന്നു എന്നൊക്കെ പല കാരണങ്ങളും ഉണ്ടാകും. അത് ഒരു സ്പെസിഫിക് പോസ്റ്റിന് മാത്രമല്ല, മൊത്തത്തിൽ ഇപ്പോ കേരള PSC യുടെ നിയമനങ്ങൾ ഒന്ന് ഡൗൺ തന്നെയാണ്. പക്ഷെ എന്ന് കരുതി നമ്മൾ പഠിക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. 26 വയസ്സാണ് ഇതിന്റെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്കറിയാം, വയസ്സെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കടന്നു പോകുന്ന ഒന്നാണ്. സോ മാക്സിമം എഫേർട്ട് എടുക്കുക. നമ്മുടെ കൂടെ, നമ്മുടെ ബാച്ചിന്റെ ഭാഗമാവുക. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.